നമ്മളൊരു വീഡിയോ ചെയ്തിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 2 ആഴ്ച കൂടുതലായി. മറ്റ് പല തിരക്കുകൾ കാരണം വീഡിയോ ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. അതാണ് നമ്മളൊരു വീഡിയോ ചെയ്യാഞ്ഞത്. ഇപ്പോൾ 2025 ആയിട്ടുണ്ട്. നമ്മുടെ ആ ഒരു ടേംസൊക്കെ ആയിട്ട് മാച്ചായി പോകുന്ന ബെസ്റ്റ് ബ്രോക്കർ ഏതാണെന്നുള്ളതാണ്. സോ നമ്മളിന്നിവിടെ വർഷങ്ങളായിട്ട് ഇൻഡസ്ട്രിയിലുള്ള മുതൽ ഇപ്പോൾ പുതിയതായിട്ട് വന്ന ബ്രോക്കേഴ്സിനെ വരെ നമ്മൾ ഇതിനകത്ത് കമ്പയർ ചെയ്യുന്നുണ്ട്. നല്ല ഡിസ്കൗണ്ട് തരുന്ന ബ്രോക്കേഴ്സ്, അതുപോലെ തന്നെ നല്ല റിലയബിലിറ്റി ഒക്കെയുള്ള ബ്രോക്കേഴ്സ്, ഇതൊക്കെയാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും 4 ബ്രോക്കേഴ്സിനാണ്. 1 സെറോദ, 2 അപ്സ്റ്റോക്സ്, 3 ഏഞ്ചൽ വൺ, 4 ശൂന്യ. അപ്പോൾ ഈ 4 ബ്രോക്കേഴ്സിനെയാണ് നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത്. കമ്പയർ ചെയ്യുക എന്ന് പറയുമ്പോൾ ഏത് വർഷം മുതൽ അവർ ഇൻഡസ്ട്രിയിലുണ്ട്, അവരുടെ ചാർജസ് എങ്ങനെയാണ്, അവരുടെ ഡെലിവറി അല്ലെങ്കിൽ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിനുള്ള ചാർജസ്, അല്ലെങ്കിൽ ട്രേഡിംഗ് ഇൻട്രാഡേ ട്രേഡിങ്ങിനുള്ള ചാർജസ്, ഓട്ടോ സ്ക്വയർ ഓഫ് ചാർജസ്, ആനുവൽ മെയിൻ്റനൻസ് ചാർജസ്, അക്കൗണ്ട് ഓപ്പണിംഗ് ചാർജസ്, ഇങ്ങനെയുള്ള ചാർജസ് എല്ലാം നമ്മൾ കമ്പയർ ചെയ്ത് ഏറ്റവും കൂടുതൽ നമുക്ക് ലാഭകരമായിട്ടുള്ള ബ്രോക്കർ ഏതാണ് എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. സോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക. വിത്തൗട്ട് ഫർദർ ഡിലേ ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ വീഡിയോ. ഐ ആം ആദിൽ ഹുസൈൻ. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ശരിക്കും 2 തരത്തിലുള്ള ബ്രോക്കേഴ്സാണുള്ളത്. ഒന്ന് ഫുൾ സർവീസ് ബ്രോക്കേഴ്സും മറ്റൊന്ന് ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സും. ഫുൾ സർവീസ് ബ്രോക്കർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ന്യൂജൻ ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിനെ അപേക്ഷിച്ച് വളരെയധികം സർവീസസ് കൂടുതലവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അഡ്വൈസറി സർവീസസ്, റിസർച്ച് ആൻഡ് അനാലിസിസ്, ട്രേഡിംഗ് ആൻഡ് എക്സിക്യൂഷൻ, മൾട്ടി അസറ്റ് ട്രേഡിംഗ്, അക്കൗണ്ട് മാനേജ്മെന്റ് ആൻഡ് സപ്പോർട്ട്, അങ്ങനെ വളരെയധികം സർവീസസ് അധികമായിട്ട് ഇവർ ചെയ്യുന്നതുകൊണ്ടാണ് ഇവരെ ഫുൾ സർവീസ് ബ്രോക്കേഴ്സ് എന്ന് പറയുന്നത്. പക്ഷേ അതിനനുസരിച്ച് അവർ ചാർജ് ചെയ്യുന്ന ചാർജസും വളരെയധികം കൂടുതലായിരിക്കും. അതേസമയം ഓൺ ദ അതർ ഹാൻഡ് ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ് എന്ന് പറയുന്നവർ പേര് പോലെ തന്നെ ഫുൾ സർവീസ് ബ്രോക്കേഴ്സിനെ അപേക്ഷിച്ച് വളരെയധികം ചാർജസ് കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കമ്പയർ ചെയ്യുന്ന 4 ബ്രോക്കേഴ്സും ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സാണ്. അതിൽ ഏഞ്ചൽ വൺ എന്ന് പറയുന്ന ഡിസ്കൗണ്ട് ബ്രോക്കർ ആണെങ്കിൽ ഡിസ്കൗണ്ട് ബ്രോക്കറിനെ പോലെയാണ് ചാർജ് ചെയ്യുന്നതെങ്കിലും ആവശ്യമാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഫുൾ സർവീസ് ബ്രോക്കറിൻ്റെ ആ ഒരു സർവീസസും അവൈലബിൾ ആണ്. ബാക്കി സെറോദ, അപ്സ്റ്റോക്ക്, ശൂന്യ എന്നൊക്കെ പറയുന്നത് ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സാണ്. വളരെയധികം ചാർജസ് കുറവാണ് ഫുൾ സർവീസ് ബ്രോക്കേഴ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അവർ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഈ 4 ബ്രോക്കേഴ്സിൽ സെറോദ, അപ്സ്റ്റോക്സ്, ഏഞ്ചൽ വൺ ആൻഡ് ശൂന്യ ബെസ്റ്റായിട്ട് ഏറ്റവും കുറവ് ചാർജസ് ഏത് ബ്രോക്കറാണ് നമ്മുടെ ഇന്ന് ചാർജ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. സോ ഈ 4 എണ്ണത്തിൽ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള, ഇപ്പോൾ റിലയബിലിറ്റി നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് ഇൻഡസ്ട്രിയിലുള്ള ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ഈ 4 ബ്രോക്കേഴ്സിൽ ഏറ്റവും അധികം നാളുകൊണ്ട് ഇൻഡസ്ട്രിയിലുള്ളത് ഏഞ്ചൽ വൺ ആണ്. 1996 ഏഞ്ചൽ വൺ പ്രവർത്തനം ആരംഭിക്കുന്നത്. സെറോദ ആരംഭിക്കുന്നത് 2010 അപ്സ്റ്റോക്സും ഏകദേശം അതേ ഒരു സമയം 2010 തന്നെയാണ് അവരും സർവീസസ് ആരംഭിക്കുന്നത്. ഫിൻവാസിയുടെ ശൂന്യ ലോഞ്ച് ചെയ്യുന്നത് 2013. സോ ഇതിലെ ഏറ്റവും പഴക്കമുള്ള ബ്രോക്കർ എന്ന് പറയുന്നത് ഏഞ്ചൽ വൺ ആണ്. ഏറ്റവും പുതിയതായിട്ട് വന്ന ബ്രോക്കർ എന്ന് പറയുന്നത് കമ്പാരേറ്റീവ്ലി സെറോദയെക്കാളും അപ്സ്റ്റോക്സിനേക്കാളും 3 വർഷം കഴിഞ്ഞിട്ടാണ് ശൂന്യ ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ 4 ബ്രോക്കേഴ്സും ഇൻട്രാഡേക്ക് എങ്ങനെയാണ് ബ്രോക്കറേജ് ചാർജ് ചെയ്യുന്നത് നോക്കാം. ആദ്യം നമുക്ക് സെറോദയുടെ തന്നെ നോക്കാം. സെറോദ ചാർജ് ചെയ്യുന്നത് 20 രൂപ അല്ലെങ്കിൽ 0.03% ആണ്. ഇതിലേതാണ് ഏറ്റവും കുറവ് ആ റേറ്റ് ആയിരിക്കും സെറോദ ചാർജ് ചെയ്യുന്നത്. അതായത് നിങ്ങളിപ്പോൾ ഒരു ട്രേഡ് ചെയ്തു, ആ ടോട്ടൽ ട്രേഡിംഗ് എമൗണ്ടിന്റെ 0.03% ആണോ കുറവ് അല്ലെങ്കിൽ 20 രൂപയാണോ കുറവ് എന്ന് നോക്കും. ചിലപ്പോൾ ആ ട്രേഡിന്റെ 0.03% ആയിരിക്കും കുറവ് വരുന്നത്, അല്ലെങ്കിൽ 20 രൂപയെക്കാളും ഒരുപാട് കൂടുതലായിരിക്കും ആ ടോട്ടൽ ട്രേഡ് എമൗണ്ടിന്റെ 0.03% എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലേതാണ് കുറവ് അതായിരിക്കും സെറോദ ചാർജ് ചെയ്യുന്നത്. അപ്സ്റ്റോക്സും ഏകദേശം അതുപോലെ തന്നെ. അപ്സ്റ്റോക്സിന്റെ ചാർജസ് എന്ന് പറയുന്നത് 20 രൂപ അല്ലെങ്കിൽ 0.05%. ഇതിലേതാണോ കുറവ് അതായിരിക്കും അപ്സ്റ്റോക്സ് ചാർജ് ചെയ്യുന്നത്. ഇത് ഇൻട്രാഡേക്കുള്ളതാണ്. അതുപോലെ ഏഞ്ചൽ വണ്ണിന്റെ നോക്കുകയാണെങ്കിൽ ഏഞ്ചൽ വണ്ണും സെറോദ പോലെ തന്നെ 20 രൂപ അല്ലെങ്കിൽ 0.03%. ഇനി ശൂന്യയിലേക്ക് വരുമ്പോൾ ശൂന്യ ചാർജ് ചെയ്യുന്നത് ഒന്നെങ്കിൽ 5 രൂപ അല്ലെങ്കിൽ 0.03%. അപ്പോൾ ശൂന്യ ഇതുവരെയായിട്ടും ഫ്രീ ബ്രോക്കറേജ് ആയിരുന്നു കൊടുത്തുകൊണ്ട്. പക്ഷേ ഇപ്പോൾ കുറച്ച് റെഗുലേഷൻസ് കാരണം, ഗവൺമെന്റ് റെഗുലേഷൻസ് കാരണം ശൂന്യയും ബ്രോക്കറേജ് വാങ്ങിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ അങ്ങനെയാണ് ശൂന്യ ഇപ്പോൾ ബ്രോക്കറേജ് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ പല വീഡിയോകളിലും ശൂന്യ 0 ബ്രോക്കറേജ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഡിസംബർ 2 മുതൽ അവരുടെ ഫുൾ താരിഫും കാര്യങ്ങളൊക്കെ മാറുകയാണ്. തീർച്ചയായിട്ടും സെബിയിൽ നിന്നുള്ള ഇടപെടൽ തന്നെയാണ്. സോ ഇപ്പോൾ കറന്റ് അവർ ചാർജ് ചെയ്യുന്നത് 5 രൂപ അല്ലെങ്കിൽ 0.03%. ഇപ്പോൾ ഇതിലേതാണ് കുറവ് അതായിരിക്കും ശൂന്യ ചാർജ് ചെയ്യുന്നത്. ഇനി ഡെലിവറി അല്ലെങ്കിൽ ലോങ് ടൈം ട്രേഡ്സിന് നോക്കുകയാണെങ്കിൽ ഡെലിവറി എടുക്കുന്നതിന് ബ്രോക്കറേജ് ഒന്നും തന്നെ സെറോദ ചാർജ് ചെയ്യുന്നില്ല. ബേസിക് ആയിട്ടുള്ള ഗവൺമെന്റ് ചാർജസ് മാത്രം നമ്മൾ കൊടുത്താൽ മതിയാവും. ഇനി അപ്സ്റ്റോക്സ് ആണെങ്കിൽ 20 രൂപ അല്ലെങ്കിൽ ടോട്ടൽ ട്രേഡ് എമൗണ്ടിന്റെ 2.5% ആണ് അപ്സ്റ്റോക്സ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേതാണോ കുറവ് അതായിരിക്കും ചാർജ് ചെയ്യുന്നത്. ഏഞ്ചൽ വണ്ണും ചാർജ് ചെയ്യുന്നത് 20 രൂപ തന്നെയാണ്. 20 രൂപ അല്ലെങ്കിൽ 0.01%. ഇതിലേതാണോ കുറവ് അതായിരിക്കും ഏഞ്ചൽ വൺ ചാർജ് ചെയ്യുന്നത്. ശൂന്യ നോക്കുകയാണെങ്കിൽ ഡെലിവറിക്ക് യാതൊരു തരത്തിലുള്ള ബ്രോക്കറേജും ശൂന്യ ചാർജ് ചെയ്യുന്നില്ല.
ടോട്ടലി ഫ്രീ ആണ്. സെറോദ പോലെ തന്നെ ശൂന്യയും ടോട്ടലി ഫ്രീ ആണ്. ഇനി അക്കൗണ്ട് ഓപ്പണിംഗ് ആൻഡ് ആനുവൽ മെയിൻ്റനൻസ് ചാർജസ് നോക്കുകയാണെങ്കിൽ സെറോദ ഓഫർ ടൈമിലാണെങ്കിൽ അക്കൗണ്ട് ഓപ്പണിംഗ് ഫ്രീ ആണ്. അല്ല ചില സമയത്ത് 200 രൂപയൊക്കെ സെറോദ ചാർജ് ചെയ്യാറുണ്ട്. ഇനി ആനുവൽ മെയിൻ്റനൻസ് ചാർജ് നോക്കുകയാണെങ്കിൽ 300 രൂപയാണ് സെറോദ ആനുവൽ മെയിൻ്റനൻസിനായിട്ട് ചാർജ് ചെയ്യുന്നത്. ഇനി അപ്സ്റ്റോക്സ് ആണെങ്കിൽ ഡിമാറ്റ് അക്കൗണ്ടിനായിട്ട് ആനുവൽ മെയിൻ്റനൻസ് ചാർജുകളൊന്നും തന്നെ അപ്സ്റ്റോക്സ് ചാർജ് ചെയ്യുന്നില്ല. ഏഞ്ചൽ വണ്ണിലേക്ക് വരുമ്പോൾ 240 രൂപയാണ് ഒരു വർഷം ഏഞ്ചൽ വൺ അക്കൗണ്ട് മെയിൻ്റനൻസിനായിട്ട് ചാർജ് ചെയ്യുന്നത്. ഇനി ശൂന്യയിലേക്ക് വരുമ്പോൾ ശൂന്യ അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. ആനുവൽ മെയിൻ്റനൻസ് ചാർജുകളൊന്നും തന്നെ ശൂന്യ ചാർജ് ചെയ്യുന്നില്ല. ഇനി ഇതിലേത് ബ്രോക്കറാണ് സെക്യൂർ? അക്കോർഡിംഗ് ടു സെബി ഗൈഡ് ലൈൻസ് വെച്ച് നോക്കുമ്പോൾ ഈ എല്ലാ ബ്രോക്കേഴ്സും സെബി ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യുന്ന ബ്രോക്കേഴ്സ് തന്നെയാണ്. എല്ലാവരും സെബി രജിസ്റ്റേർഡ് ആണ്. സോ നമ്മുടെ ഇവിടുത്തെ നിയമങ്ങൾ അനുസരിച്ച് പോകുന്ന ബ്രോക്കേഴ്സാണ്. സോ അതുകൊണ്ട് തന്നെ ഫോർ ദ ടൈം ബീയിങ് നമുക്കിതൊക്കെ സെക്യൂർ ആണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം സെബി ഗൈഡ് ലൈൻസ് അനുസരിച്ച് പോവുക എന്നുള്ളതാണ് ഒരു ബ്രോക്കറിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഓട്ടോ സ്ക്വയർ ഓഫ് ചാർജസ്. സ്ക്വയർ ഓഫ് എന്ന് പറയുന്നത് ഇന്ത്യൻ മാർക്കറ്റിൽ വൈകുന്നേരം 3:15 വരെയാണ് മാർക്കറ്റ് പ്രവർത്തിക്കുന്നത്. സോ നമ്മളൊരു ഇൻട്രാഡേ ട്രേഡ് എടുത്തു എന്ന് വിചാരിക്കുക. നമ്മൾ രാവിലെ കുറച്ച് സ്റ്റോക്കുകൾ ഇൻട്രാഡേ ആയി വാങ്ങിച്ചു. വൈകുന്നേരം 3:15 നമ്മൾ ഈ സ്റ്റോക്കുകൾ വിറ്റ് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങുന്നില്ലെങ്കിൽ ബ്രോക്കർ തന്നെ നമുക്ക് വേണ്ടി നമ്മുടെ പൊസിഷൻസ് സ്ക്വയർ ഓഫ് ചെയ്യും. അതായത് നമ്മുടെ പൊസിഷൻസ് എക്സിറ്റ് ചെയ്യും. അതിനാണ് സ്ക്വയർ ഓഫ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ബ്രോക്കർ ചെയ്യുന്നതിന് ബ്രോക്കേഴ്സ് ഒരു ചാർജ് ഈടാക്കാറുണ്ട്. സോ ആ ചാർജുകൾ ഓരോ ബ്രോക്കേഴ്സും എത്രയാണ് ചാർജ് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സെറോദ സ്ക്വയർ ഓഫിനായിട്ട് ചാർജ് ചെയ്യുന്ന 50 രൂപ പ്ലസ് GST ആണ്. അപ്സ്റ്റോക്സ് ചാർജ് ചെയ്യുന്നതും 50 രൂപ പ്ലസ് GST ആണ്. അതേസമയം ഏഞ്ചൽ വൺ ചാർജ് ചെയ്യുന്നത് 20 രൂപ പ്ലസ് GST ആണ്. ഇനി ശൂന്യ നോക്കുകയാണെങ്കിൽ ശൂന്യയിൽ അങ്ങനെ സ്ക്വയർ ഓഫിംഗ് ചാർജുകളൊന്നുമില്ല. ഓട്ടോ സ്ക്വയർ ഓഫ് ചാർജുകൾ ഫ്രീ ആണ്. സോ നമ്മുടെ ഈ കമ്പാരിസണിൽ നിന്ന് വർഷങ്ങളായിട്ട് ഇൻഡസ്ട്രിയിലുള്ള ഒരു ബ്രോക്കറിനെ നോക്കുകയാണെങ്കിൽ അത് ഏഞ്ചൽ വൺ ആണ്. ഇനി ചാർജുകളുടെ കാര്യത്തിൽ കമ്പാരേറ്റീവ്ലി ഏറ്റവും കുറവ് ചാർജ് ചെയ്യുന്ന ഒരു ബ്രോക്കർ എന്ന് പറയുന്നത് ശൂന്യമാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ബ്രോക്കേഴ്സ് നോക്കുകയാണെങ്കിൽ അത് സെറോദയും അപ്സ്റ്റോക്സും തന്നെയാണ്. സോ ഈ ബ്രോക്കേഴ്സിനെയൊക്കെ കൂടെ ഒന്ന് കമ്പയർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം. സോ ഇതിലേത് ബ്രോക്കറിൽ വേണമെങ്കിലും നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. അത് കംപ്ലീറ്റ്ലി നിങ്ങളുടെ ചോയ്സ് ആണ്. നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ബ്രോക്കർ ഏതാണെന്ന് കണ്ടെത്തുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ശൂന്യയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അതിൽ കയറി നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. സോ നമ്മളെന്തായാലും പുതിയൊരു വർഷത്തിലേക്ക് കടക്കുകയാണ്. 2025 എന്ന് പറയുന്ന പുതിയ വർഷത്തിലേക്ക് കടക്കുകയാണ്. സോ നമ്മുടെ ആരോഗ്യം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ ടോട്ടൽ പേഴ്സണാലിറ്റി എല്ലാം ഈ ഒരു പുതിയൊരു വർഷത്തിൽ നല്ല രീതിയിൽ നമുക്കെല്ലാവർക്കും ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കട്ടെ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. സോ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിനും I wish you a very happy and prosperous new year. I hope you find this video helpful. If you like this video, please like, share and subscribe, and please don't forget to enable the bell button. I'll see you in my next video. I'm Adil Hussain signing off, and Happy New Year.